അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ ദുറൂസുൽ അഖായിദിലെ ഒന്നാമത്തെ പാഠം അല്ലാഹു അക്ബർ ഉഅ്തീതു മഫാത്തിഹൽ യമൻ. ഉഹദ്, അടങ്ങൂ, നിന്റെ മുകളിൽ ഒരു നബിയും ഒരു സിദ്ദീഖും 2 രക്തസാക്ഷികളുമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഉഹദ് മലയിൽ കയറി. കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവരും ഉണ്ട്. മല ഒന്ന് വിറച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞത്: ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും രക്തസാക്ഷിത്വത്തെക്കുറിച്ചാണ് ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചത്. അത് രണ്ടും പുലർന്ന ചരിത്രമാണ്. ഈ പ്രവചനങ്ങൾ ജ്യോത്സ്യന്മാരും മറ്റും നടത്തുന്ന പ്രവചനങ്ങൾ പോലെയല്ല. അവ കേവലം ഊഹങ്ങളാണ്. യാദൃച്ഛികമായി ചിലത് പുലർന്നേക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റു നബിമാരുടെയും പ്രവചനങ്ങൾ അല്ലാഹു തആലയിൽ നിന്നുള്ള വഹ്യ് മുഖേന മാത്രമാണ്. അതിനാൽ അവ സത്യമായി പുലരുമെന്ന് ഉറപ്പാണ്. ഇതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പക്ഷത്ത് അസാമാന്യ ധീരത കാണിച്ച ഒരു യുവാവിനെ കുറിച്ച് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പ്രവചിച്ചു: അദ്ദേഹം നരകത്തിലാണ്. ഇതിൽ കൗതുകം തോന്നിയ ഒരു സ്വഹാബി അദ്ദേഹത്തെ അവസാനം വരെ നിരീക്ഷിച്ചു. യുദ്ധം ചെയ്യുന്നതിനിടെ മുറിവ് പറ്റുന്നതും ആ വേദന സഹിക്കാനാവാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തതും ആ സ്വഹാബി കണ്ടു. ആത്മഹത്യ ചെയ്യുന്നവന് നരകത്തിലാണെന്നാണല്ലോ തിരുമൊഴി. പ്രശസ്തിക്ക് വേണ്ടി യുദ്ധം ചെയ്ത അയാൾ ഖുർമാൻ എന്ന പേരുള്ള മുനാഫിഖായിരുന്നു. മനസ്സിൽ വിശ്വാസമില്ലാതെ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നടിക്കുന്നവരാണ് മുനാഫിഖുകൾ. ഭക്ഷണം കഴിക്കുന്നവർ തളികയിലേക്ക് കൈ നീട്ടുന്നത് പോലെ മുസ്ലിം സമുദായത്തിന് നേരെ മറ്റു സമുദായങ്ങൾ കൈ നീട്ടുന്ന കാലം അടുത്തിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു: അന്ന് ഞങ്ങൾ അംഗബലം കുറവായതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു: അല്ല, അന്ന് നിങ്ങൾ ധാരാളമുണ്ടാകും, പക്ഷേ നിങ്ങൾ മലവെള്ളത്തിലെ ചണ്ടികളെപ്പോലെയായിരിക്കും. ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോടുള്ള പേടി അല്ലാഹു തആല എടുത്തു കളയും. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല വഹൻ നൽകും. എന്താണ് വഹൻ? അവർ ചോദിച്ചു. ഐഹിക ലോകത്തോടുള്ള അതിയായ ആർത്തിയും മരിക്കാനുള്ള ഭയപ്പാടുമാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു: ഖന്തഖ് യുദ്ധവേളയിൽ കിടങ്ങു കുടിച്ചുകൊണ്ടിരിക്കെ പിക്കാസ് ഏൽക്കാത്ത ഒരു പാറയുടെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ പറഞ്ഞു. ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിക്കാസ് എടുത്ത് പാറയിൽ വെട്ടി. അതിൻ്റെ 1/3 ഭാഗം തകർന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: അല്ലാഹു അക്ബർ, ഷാമിൻ്റെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടു. അതിൻ്റെ ചുവന്ന കൊട്ടാരങ്ങൾ എൻ്റെ ഈ സ്ഥലത്തു നിന്ന് ഞാൻ കാണുന്നു. ബിസ്മി ചൊല്ലി രണ്ടാമതും പാറയിൽ വെട്ടി. പാറയുടെ 1/3 ഭാഗം കൂടി അടർന്നു വീണു. അല്ലാഹു അക്ബർ, എനിക്ക് പേർഷ്യയുടെ താക്കോൽ നൽകപ്പെട്ടിരിക്കുന്നു. മദായിനിലെ വെള്ളക്കൊട്ടാരങ്ങൾ ഞാൻ കാണുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. 3ാമതും ബിസ്മി ചൊല്ലി പാറയിൽ വെട്ടി. ബാക്കി ഭാഗം കൂടി അടർന്നു വീണു. അല്ലാഹു അക്ബർ, യമനിൻ്റെ താക്കോൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വനാഇൻ്റെ കവാടങ്ങൾ ഈ സമയത്ത് ഞാൻ കാണുന്നു. ഈ രാജ്യങ്ങളെല്ലാം പിന്നീട് ഇസ്ലാമിൻ്റെ കുടക്കീഴിൽ വന്നു ചേർന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇസ്താംബൂൾ, മുസ്ലിങ്ങൾക്ക് അധീനപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിരുന്നു. ഹിജ്റ 857 മുഹമ്മദുൽ ഫാത്തിഹിൻ്റെ നേതൃത്വത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിനു കീഴിൽ വന്നു. അദ്ദേഹവും സൈന്യവും അശ്അരി മാതുരീദി ധാരയിലുള്ള സുന്നികളായിരുന്നു. അഹ്ലു സുന്നയുടെ വാക്താക്കളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെ പുകഴ്ത്തിയത്. ഇതിൽ നിന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യപ്രവാചകനാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള നിരവധി പ്രവചനങ്ങൾ പുലർന്നു കഴിഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വരവ്,
ദജ്ജാലിൻ്റെ പുറപ്പാട് തുടങ്ങി പലതും പുലരാനിരിക്കുന്നു. ഈ പാഠത്തിൻ്റെ തെതിരിവാത്തൊന്ന് പരിശോധിക്കാം. നഖ്താർ സഹീഹ്, ശരി തിരഞ്ഞെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച രക്തസാക്ഷി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ശരി ഉത്തരം. ഐഹിക ലോകത്തോടുള്ള അതിയായ ആർത്തിയും മരിക്കാനുള്ള ഭയവും. ഗുസാ, വഹൻ, സെയിൽ. വഹനാണ് ശരി ഉത്തരം. 3. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി ഉമർ റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മുഹമ്മദുൽ ഫാത്തിഹ്. മുഹമ്മദുൽ ഫാത്തിഹ് ആണ് ശരി ഉത്തരം. നുജീബു, ഉത്തരമെഴുതാം. 1. ഉഹദിനു മുകളിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചതെന്ത്? ഉഹദ് അടങ്ങൂ, നിന്റെ മുകളിൽ ഒരു നബിയും ഒരു സിദ്ദീഖും 2 രക്തസാക്ഷികളുമാണുള്ളത്. 2. ഖുർമാൻ എന്ന മുനാഫിഖിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? യുദ്ധം ചെയ്യുന്നതിനിടെ മുറിവ് പറ്റി ആ വേദന സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തു. 3. ആരാണ് മുനാഫിഖ്? മനസ്സിൽ വിശ്വാസമില്ലാതെ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നടിക്കുന്നവരാണ് മുനാഫിഖ്. തഖ്സീസ് എഴുതാനുണ്ട്, ഉപന്യസിക്കുക. ഖന്ദഖ് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രവചനങ്ങൾ. ഖന്ദഖ് യുദ്ധവേളയിൽ കിടങ്ങു കുഴിച്ചു കൊണ്ടിരിക്കെ പിക്കാസ് ഏൽക്കാത്ത ഒരു പാറയുടെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ പറഞ്ഞു. ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിക്കാസ് എടുത്ത് പാറയിൽ വെട്ടി. അതിൻ്റെ 1/3 ഭാഗം തകർന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു അക്ബർ, ഷാമിൻ്റെ താക്കോൽ എനിക്ക് നൽകപ്പെട്ടു. അതിൻ്റെ ചുവന്ന കൊട്ടാരങ്ങൾ എൻ്റെ ഈ സ്ഥലത്തു നിന്ന് ഞാൻ കാണുന്നു. ബിസ്മി ചൊല്ലി 2ാമതും പാറയിൽ വെട്ടി. പാറയുടെ 1/3 ഭാഗം കൂടി അടർന്നു വീണു. അല്ലാഹു അക്ബർ, എനിക്ക് പേർഷ്യയുടെ താക്കോൽ നൽകപ്പെട്ടിരിക്കുന്നു. മദായിനിലെ വെള്ളക്കൊട്ടാരങ്ങൾ ഞാൻ കാണുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. 3ാമതും ബിസ്മി ചൊല്ലി പാറയിൽ വെട്ടി. ബാക്കി ഭാഗം കൂടി അടർന്നു. അല്ലാഹു അക്ബർ, യമനിൻ്റെ താക്കോൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സൊനാഇൻ്റെ കവാടങ്ങൾ ഈ സമയത്ത് ഞാൻ കാണുന്നു. ഈ രാജ്യങ്ങളെല്ലാം പിന്നീട് ഇസ്ലാമിൻ്റെ കുടക്കീഴിൽ വന്നു ചേർന്നു. 2. മുഹമ്മദുൽ ഫാത്തിഹ് റഹിമഹുല്ല എന്ന ധീരയോദ്ധാവ് കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇസ്താംബൂൾ, മുസ്ലിങ്ങൾക്ക് അധീനപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിരുന്നു. ഹിജ്റ 857 മുഹമ്മദുൽ ഫാത്തിഹിന്റെ നേതൃത്വത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിനു കീഴിൽ വന്നു. അദ്ദേഹവും സൈന്യവും അശ്അരി മാതുരീദി ധാരയിലുള്ള സുന്നികളായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.